ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിസോൾവിങ് വരെ നോക്കി. റിസോൾവിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കണ്ടു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു കൊച്ചു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു 15 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. 45 ഡിഗ്രിയിലാണ് അതിനെ നമ്മൾ വച്ചേക്കുന്നത്. അപ്പോൾ ഏത് ആക്സിസിലോട്ടാണ് അത് ആംഗിൾ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഏത് ആക്സിസുമായിട്ടാണ് അത് ആംഗിൾ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസുമായിട്ടാണ് ആ 45 ഡിഗ്രി മേക്ക് ചെയ്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ കോസ് കമ്പോണൻ്റ് ആർക്കാ? എക്സിനാണ്. തീറ്റ ആരുമായി മേക്ക് ചെയ്യുന്നോ ആ കമ്പോണൻറ്റിനാണ്, ആ ആക്സിസിലാണ് നമ്മുടെ കോസ് കമ്പോണൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സിലുള്ള ആളാരാ? 15 കോസ് 45. വൈയിലാണെങ്കിലോ 15 സൈൻ 45. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നതെന്നും കൂടെ നോക്കുക. ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കുന്നത്? നമ്മുടെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഒക്കെ നമുക്ക് ഇങ്ങനെയാണെന്നറിയാം അല്ലേ. ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടായിരുന്നത്? ഇതിപ്പോൾ ഇരുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ആണല്ലോ. ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലിരിക്കുന്നതിനെ നോർത്തും ഈസ്റ്റും ആക്കി മാറ്റിയാൽ മതി. എളുപ്പം, നോർത്തും ഈസ്റ്റും. അത് തന്നെയല്ലേ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. ദേ, നോർത്തിലോട്ടും പോയി ഈസ്റ്റിലോട്ടും പോയി. 15 സൈൻ 45, 15 കോസ് 45. ഇനി എളുപ്പമല്ലേ. അപ്പോൾ തൊട്ട് താഴത്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. അതിലെന്താ തന്നേക്കുന്നത്? 60 ഡിഗ്രിയാണ്, 20 ന്യൂട്ടണാണ്. ആ 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് വൈ ആക്സിസുമായിട്ടാണ്. അപ്പോൾ മറ്റേ കേസ് പോലെ തന്നെയാണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഡയറക്ഷൻ സെയിം തന്നെയാണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? വൈയുമായിട്ടാണ് അത് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? വൈ കമ്പോണൻറ്റിൽ ആര് വരും? കോസ് വരും. സോ വൈയുടെ ആ ഭാഗത്ത് 20 കോസ് 60, എക്സിൻ്റെ ഭാഗത്ത് 20 സൈൻ 60 വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് വൈ ആക്സിസുമായിട്ട്. 10 ന്യൂട്ടൺസ് ആണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ. ഞാനിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ നീട്ടി താഴോട്ട് വരച്ചു. കണ്ടില്ലേ? അപ്പോൾ ആ മേളിലുള്ള 45 നമ്മുടെ ആംഗിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എവിടെ വരും? ദേ, നേരെ അവിടെ ഞാൻ താഴെ വരച്ചിരിക്കുന്നില്ലേ 45 ഡിഗ്രി, അങ്ങോട്ട് വരും ഇല്ലേ? പിന്നെ ഡയറക്ഷൻ കിട്ടാനാണെങ്കിലോ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സൗത്തിലോട്ടും വെസ്റ്റിലോട്ടും മാറ്റിയാൽ മതി. വൈ ആക്സിസിലോട്ടാണ് 45 ഡിഗ്രി ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ കോസ് കമ്പോണൻ്റ് ആർക്ക് കൊടുക്കണം? വൈക്ക് കൊടുക്കണം. എക്സിന് സൈൻ കമ്പോണൻറ്റ്. അപ്പോൾ അതേ 10 സൈൻ 45 ആർക്കാ? എക്സിനും. 10 കോസ് 45 വൈക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. 15 ന്യൂട്ടൺ 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നോർത്തിലോട്ടും വെസ്റ്റിലോട്ടും മാറ്റിയിടുക. 60 ഡിഗ്രി ആരുമായി മേക്ക് ചെയ്യുന്നു? 60 ഡിഗ്രി എക്സ് ആക്സിസുമായാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ 15 കോസ് 60 എക്സ് ആക്സിസിൽ വരും, 15 സൈൻ 60 വൈ ആക്സിസിലും വരും. അടുത്ത് ആ ഡയറക്ഷൻ മാത്രം ഒന്ന് മാറ്റി എന്നേ ഉള്ളൂ. അപ്പോഴെന്താ, നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ആ ലൈൻ ഓഫ് ആക്ഷൻ ഒന്ന് താഴോട്ട് വരയ്ക്കൂ. താഴോട്ട് വരച്ചപ്പോൾ എന്ത് വരുന്നു? ആ 60 ഡിഗ്രി നേരെ എന്തായി? ഓപ്പോസിറ്റായിട്ട് വന്നു. ഓപ്പോസിറ്റായിട്ട് വന്നു. 60 ഡിഗ്രി അവിടെ വന്നു. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വന്നു. അപ്പോൾ അതിനെ നമുക്ക് സൗത്തായിട്ടും ഈസ്റ്റായിട്ടും മാറ്റാം. കമ്പോണൻറ്റിനോട് ചേർന്നിരിക്കുന്ന, തീറ്റയോട് ചേർന്നിരിക്കുന്ന ആൾ എക്സ് ആണ്. സോ എക്സിന് കോസ് കൊടുക്കുക, വൈക്ക് സൈൻ കൊടുക്കുക. ഓക്കെ അല്ലേ? അടുത്ത് ഇവിടെ വീണ്ടും 45 ഡിഗ്രി കൊടുത്തു. നേരത്തെ പോലത്തെ ക്വസ്റ്റ്യനാണ്. അതൊന്ന് നോക്കുക, ഈസിയാണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടായിരുന്നു, അതിനെ സൗത്തിലോട്ടും വെസ്റ്റിലോട്ടും മാറ്റി. അടുത്ത് നേരത്തെ നമ്മൾ ഓരോ ഫോഴ്സസ് ആണ് നോക്കിയിരുന്നത്. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ ഫോഴ്സുകൾ നോക്കുമ്പോൾ എല്ലാം ഓയിൽ നിന്നാണ് വരുന്നത്. ഞാനതുകൊണ്ട് ഓരോ ഫോഴ്സിനെയായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ ഫോഴ്സിനെയായിട്ട് റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ F1 നോക്കിക്കേ. തീറ്റ 1 ആംഗിൾ മേക്ക് ചെയ്യുന്നത്
എക്സുമായിട്ടാണ്, എക്സ് ആക്സിസ് ആയിട്ടാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ കോസ് കമ്പോണൻറ്റ് F1 കോസ് തീറ്റ 1, വൈ ആക്സിസിൽ വരുമ്പോൾ F1 സൈൻ തീറ്റ 1. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. തീറ്റ 2 ആംഗിൾ മേക്ക് ചെയ്യുന്നു. അപ്പോഴതിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസോൾവ് ചെയ്യാം. F2 കോസ് തീറ്റ 2 എക്സ് ആക്സിസിൽ വരും. F2 സൈൻ തീറ്റ 2 വൈ ആക്സിസിൽ വരും. അടുത്ത് F3 നോക്കിയാലും എക്സുമായി ചേർന്നാണ് തീറ്റ 3 കിടക്കുന്നത്. സോ F3 കോസ് തീറ്റ 3 വൈ ആക്സിസ് എക്സ് ആക്സിസിൽ, F3 സൈൻ തീറ്റ 3 വൈ ആക്സിസിൽ. ഇത്രയും നമ്മൾ റിസോൾവ് ചെയ്തു. ഇനി ഇതിനെല്ലാത്തിനെയും കൂടെ ഞാനൊരു ആക്സിസ് വരച്ച് എല്ലാത്തിനെയും അതിലോട്ടിട്ടു. എല്ലാത്തിനെയും കൂടെ ആ കിട്ടിയ അത്രയും സാധനത്തിന് എല്ലാത്തിനെയും കൂടെ വരച്ചിട്ട് ഞാൻ ഈ ഒരൊറ്റ ആക്സിസിലോട്ടിട്ടു. അങ്ങനെ ഇടാമല്ലോ, കുഴപ്പമില്ലല്ലോ. കാരണം അവിടെ ഉണ്ടായിരുന്ന F1നും F2നും F3ക്കും പകരം അവരുടെ കമ്പോണൻസിനെ എടുത്തിട്ടു. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ വരുന്നത്. ഞാനിതിനെ എല്ലാത്തിനെയും ഇട്ട് കൊടുത്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇതിനൊക്കെ സൈൻ കൊടുക്കണം. അതുകൊണ്ട് സൈൻ കൺവെൻഷൻ നോക്കാം. സൈൻ കൺവെൻഷൻ പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമാണ്. +2 ഗ്രാഫ് പഠിച്ച ഒരാൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഗ്രാഫ് പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഗ്രാഫിൽ എന്തെടുത്തു, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് എക്സ് ആക്സിസ് എടുത്തു, തൊട്ട് ഓപ്പോസിറ്റ് നെഗറ്റീവ് എക്സ് എടുത്തു, മുകളിലോട്ട് പോസിറ്റീവ് വൈ, താഴോട്ട് നെഗറ്റീവ് വൈ. ഇത് ഇത്രയും എടുത്തു, നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വരുന്ന സാധനങ്ങൾക്ക് ആ ഡയറക്ഷനിലോട്ട് പോകുന്നതിന് അതാത് സൈനങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് നോക്കൂ, കണ്ടോ, റൈറ്റിലോട്ട് പോയ ആൾക്ക് ഞാൻ പോസിറ്റീവ് കൊടുത്തു, ലെഫ്റ്റിലോട്ട് പോയ ആൾക്കാർക്ക് 2 പേർക്കും ഞാൻ നെഗറ്റീവ് കൊടുത്തു, താഴോട്ട് പോയ ആൾക്ക് നെഗറ്റീവ് കൊടുത്തു, മേളിലോട്ട് പോയ ആൾക്ക് 2 പോസിറ്റീവ് കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് പഠിച്ച ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഓർത്താൽ മാത്രം മതി. കണ്ടോ, പോസിറ്റീവ് എക്സ് നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് വൈ നെഗറ്റീവ് വൈ, അതിൻ്റെ അതേ സൈൻ എങ്ങോട്ടാണോ പോകുന്നത് അതിന് ആ സൈൻ എങ്ങ് കൊടുത്താൽ മാത്രം മതി. അടുത്ത് സിഗ്മ എക്സ് കണ്ടുപിടിക്കുക. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് അലോങ് എക്സ് ഡയറക്ഷൻ. വെറും സം എന്നല്ല പറയുന്നത്, ആൾജിബ്രായിക് സം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ സൈനൊക്കെ എടുത്തില്ലേ, ആ സൈൻ ഉൾപ്പെടെ ആഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതെ താഴെ നോക്കിക്കേ, സിഗ്മ എഫ് എക്സ് ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടോ. നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകളാണ് എടുക്കുന്നത്. അപ്പോൾ എക്സിലുള്ള ഫോഴ്സുകൾ നോക്കൂ, ഇതാണ് എഫിലുള്ള 2 ഫോഴ്സുകൾ, F1 കോസ് തീറ്റ 1ഉം F2 കോസ് തീറ്റ 2, F3 കോസ് തീറ്റ 3 അല്ലേ. ഇതിൻ്റെയൊക്കെ സൈനും കൂടെ കൊടുത്തിരിക്കുന്ന, അവിടെ സൈഡിൽ റെഡ് കളറിൽ സൈൻ കൊടുത്തിട്ടില്ലേ, ആ സൈനും കൂടെ ചേർത്തങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇതുപോലെ തന്നെ സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കുക. ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് അലോങ് വൈ ഡയറക്ഷൻ. നോക്കിക്കേ, F1 സൈൻ തീറ്റ 1 പോസിറ്റീവ് ആഡ് ചെയ്യൂ, F2 സൈൻ തീറ്റ 2 പോസിറ്റീവാണ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ F3 സൈൻ തീറ്റ 3 നെഗറ്റീവ് ഇട്ട് ആഡ് ചെയ്യുക. താഴോട്ടല്ലേ പോകുന്നേ, സോ നെഗറ്റീവാണ്. ഇനി റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് എലോങ് എക്സ് എടുത്തു, അതുപോലെ വൈയും എടുത്തു, അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ എഴുതാൻ പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഐ പ്ലസ് സിഗ്മ എഫ് ഐ ജെ എഴുതാമല്ലോ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കാമല്ലോ. ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. അത് മോഡ് എടുക്കുന്നതാണ്. പൊതുവേ സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് വേണം അവിടെ എടുക്കാൻ. ഇത് ഇത്രയുമാണ് വേണ്ടുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, അതായത് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ഗ്രാഫ് വരച്ചില്ലേ, അതേപോലെ തന്നെ സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കുക, ഒരു ചെറിയൊരു ഗ്രാഫ് വരയ്ക്കുക. അവിടെ നമുക്ക് കിട്ടിയ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും അതിൻ്റെ രണ്ടിൻ്റെയും സൈൻ നോക്കണം.
സൈൻ നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് ഏത് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ റിസൾട്ടൻ്റ് നിൽക്കുന്നതെന്നൊന്ന് പരിശോധിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ സിഗ്മ എഫ് എക്സും പോസിറ്റീവാണ്, സിഗ്മ എഫ് വൈയും പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ടൻ്റ് എവിടെയായിരിക്കും? എൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ തീറ്റ തന്നെയായിരിക്കും തീറ്റ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് തീറ്റ വിൽ ബി ഈക്വൽ ടു മൈ തീറ്റ. അഥവാ സിഗ്മ എഫ് എക്സ് പോസിറ്റീവും സിഗ്മ എഫ് വൈ നെഗറ്റീവുമാണെങ്കിൽ സിഗ്മ എഫ് വൈ പോസിറ്റീവ്, സിഗ്മ എഫ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ റിസൾട്ടൻ്റ് ഇതേ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വന്ന് നിൽക്കും. അങ്ങനെ വന്നാൽ തീറ്റ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെന്താണ്, നമ്മുടെ ഈ ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രിയിൽ നിന്ന് തീറ്റ മൈനസ് ചെയ്താൽ മതി. 180 മൈനസ് തീറ്റയാണ് തീറ്റ റിസൾട്ടൻ്റ്. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റിൽ വരികയാണെങ്കിൽ രണ്ടും നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവായി വന്നാൽ തേർഡ് ക്വാഡ്രൻ്റാണ്. അവിടെ 180യിൽ നിന്ന് തീറ്റ കൂടുതലാണ്. സോ 180 പ്ലസ് തീറ്റ എന്നെടുക്കുക. അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിലോ സിഗ്മ എഫ് വൈ നെഗറ്റീവും സിഗ്മ എഫ് എക്സ് പോസിറ്റീവുമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഭാഗം എന്താണ്? 360 ഡിഗ്രിയാണല്ലേ? സോ 360 മൈനസ് തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതാണ് നമ്മുടെ തീറ്റ റിസൾട്ടൻ്റ്. ഇത്രയും കൂടെ ചെയ്താൽ റിസോൾവിങ് കഴിയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, ഒരു 200 ന്യൂട്ടൺ ഉണ്ട്, ഒരു 150 ന്യൂട്ടൺ ഉണ്ട്, 80 ന്യൂട്ടൺ, 180 ന്യൂട്ടൺ, 4 ഫോഴ്സസ് ഉണ്ട്. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സസ്. ഓക്കെ, ഞാൻ ദേ ഇവിടെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 200 ന്യൂട്ടൺ എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്തു. അപ്പോൾ എക്സ് ആക്സിസുമായി 30 ഡിഗ്രി മേക്ക് ചെയ്തത് കൊണ്ട് എക്സിൽ കോസ് കമ്പോണൻ്റ് വരും. സോ 200 കോസ് 30 എന്ന് പറയുന്നത് എക്സിൽ, 200 സൈൻ 30 എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിൽ. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഏത് ഡയറക്ഷനാണ്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നോർത്തിലോട്ടും വെസ്റ്റിലോട്ടും. അതുപോലെ തന്നെ 150 ന്യൂട്ടൺ ഏതാണ്, എവിടെയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്? എക്സുമായിട്ടാണ് 30 ഡിഗ്രി മേക്ക് ചെയ്തു. ആ 30 ഡിഗ്രി എക്സുമായി മേക്ക് ചെയ്തത് കൊണ്ട് എക്സ് കമ്പോണൻറ്റിൽ കോസ് കൊടുക്കുക. സോ 150 കോസ് 30, 150 സൈൻ 30. ഡയറക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി രണ്ടും ഞാൻ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്ത് എഴുതി. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ആ എക്സാമ്പിളിൽ പഠിച്ചു. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ ഒരു ആക്സിസ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞു. അതിൽ ഈ ഫോഴ്സുകളൊക്കെ കൊണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. സൈൻ കൺവെൻഷൻ ഇത്രയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എക്സിലെ കമ്പോണൻസ് ഒക്കെ എടുത്തെഴുതുക, കണ്ടുപിടിക്കുക. അടുത്ത് സിഗ്മ എഫ് വൈയും അതുപോലെ തന്നെയാണ്. എഫ് വൈയിലെ കമ്പോണൻസ് ഒക്കെ എടുത്തെഴുതുക. അടുത്ത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. തീറ്റ കണ്ടുപിടിക്കാൻ സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് എടുക്കുക. ആ കിട്ടിയത് 26.12 ഡിഗ്രിയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ്, നമുക്കിവിടെ കിട്ടിയ സിഗ്മ എഫ് എക്സ് പോസിറ്റീവും സിഗ്മ എഫ് വൈ നെഗറ്റീവുമാണ്. അങ്ങനെ വന്നാൽ സിഗ്മ എഫ് എക്സ് പോസിറ്റീവാണ്, സിഗ്മ എഫ് വൈ നെഗറ്റീവാണ്. അപ്പോഴേതാ ക്വാഡ്രൻറ്റ്? ഫോർത്ത് ക്വാഡ്രൻ്റാണ് ആണല്ലോ, ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ തീറ്റ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്? 360 മൈനസ് തീറ്റ ആയിരിക്കും എന്നാണ് പഠിച്ചത്. സോ 360 മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 333.88 ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ റിസോൾവിങ് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.